പ്രിയമുള്ള കുട്ടികളെ, നമ്മളിനി പഠിക്കാൻ പോകുന്നത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു അൻ ഇലക്ട്രിക് ഡൈപോളാണ്. ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് P ആണ്. P = Q × 2A. We are going to find the potential at a point P at a distance r from the center at an angle theta with the direction of the dipole moment. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ തന്നിട്ടുണ്ട്, രണ്ടാമത്തത് ഡിസ്റ്റൻസ് ഓഫ് ദ പോയിൻ്റ് തന്നിട്ടുണ്ട്, പിന്നെ ഡൈപോൾ മൊമെൻ്റായ P = Q × 2A തന്നിട്ടുണ്ട്. അപ്പോൾ എയും ക്യൂ ഒക്കെ ഉണ്ട്. അതിൻ്റെ ടേംസിലായിരിക്കും നമ്മൾ ഫൈനലായിട്ട് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച രീതിയിൽ, അതായത് ധാരാളം ചാർജസ് ഉണ്ടെങ്കിൽ ഓരോന്നിൻ്റെയും പൊട്ടൻഷ്യൽ കണ്ടിട്ട് ആഡ് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ ഈ പോയിന്റിൽ 2 ചാർജ് കൊണ്ടുള്ള പൊട്ടൻഷ്യലാണ് എഴുതാൻ പോകുന്നത്. അത് ആദ്യത്തെ ചാർജ് കൊണ്ടുള്ള പൊട്ടൻഷ്യൽ അറ്റ് P എന്ന് പറയുന്നത് നമുക്കറിയാം V1 ആണ്. സോ V1 = 1/4πε0 ഇൻറ്റു Q ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിൻ്റ് P ഫ്രം Q ആണ്, അത് R1 ആണ്. സോ ബൈ R1. അതുപോലെ തന്നെ എന്തായിരിക്കും V2 എന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദ നെഗറ്റീവ് ചാർജ് ഇസ് ഗിവൺ ബൈ 1/4πε0 ഇൻറ്റു -Q ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഓഫ് -Q ഫ്രം P എന്ന് പറഞ്ഞാൽ R2. സോ ദ ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് P ഈസ് ഗിവൺ ബൈ V = V1 + V2. ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും, 1/4πε0 ഇൻറ്റു Q എന്ന് പറയുന്നത് കോമൺ ആണ്. ദെൻ 1/R1 - 1/R2 വരും. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1/4πε0 ഇൻറ്റു Q ഇൻറ്റു ബ്രാക്കറ്റിൽ ഇവിടുത്തെ 1/R1 ഉണ്ടാകും, ദെൻ മൈനസ് സൈൻ ഉണ്ട്, -1/R2 ഉണ്ടാകും. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുന്ന താൽക്കാലികമായ എക്സ്പ്രഷൻ. പക്ഷെ നമുക്കറിയാം R1 R2 എന്ന് പറയുന്നത് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്തതാണ്. ഗിവൺ ക്വാണ്ടിറ്റി ആയ R, A, തീറ്റ അതിൻ്റെയൊക്കെ ടേംസിൽ ഇത് എക്സ്പ്രസ് ചെയ്യണം. സോ വി ഹാവ് ടു റീപ്ലേസ് 1/R1 - 1/R2. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ R1² ഇതിൽ നിന്ന് കണ്ടുപിടിക്കും ഇൻ ടേംസ് ഓഫ് R ആൻഡ് A ആൻഡ് തീറ്റ. R, A ആൻഡ് തീറ്റ അതിൻ്റെ ടേംസിൽ R1² കണ്ടുപിടിക്കും. അതിനായിട്ട് നമ്മൾ ഈ ട്രയാങ്കിൾ പരിഗണിക്കുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോ ഓഫ് കൊസൈൻസ് നമുക്കറിയാം. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്. അത് A² = B² + C² - 2BC cos A. അതുപോലെ ഓരോ സൈഡിൻ്റെയും വാല്യൂ നമുക്ക് മറ്റ് 2 സൈഡും അതിനിടയ്ക്കുള്ള ആംഗിളിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് R1² എന്ന് പറഞ്ഞാൽ ഈ 2 സൈഡിൻ്റെ ടേംസിലും അതിനിടയ്ക്കുള്ള ആംഗിളിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാം. എങ്ങനെയാണ്? R1² വിൽ ബി, ഈ കേസിൽ R1² എന്ന് പറയുന്നത് നമ്മൾ എഴുതുകയാണെങ്കിൽ R1² = എന്തായിരിക്കും? R1² = R² + A² - 2RA ഇൻറ്റു കോസ് ഓഫ് ദ ആംഗിൾ കോസ് തീറ്റ. അതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് അടുത്തത് എഴുതാൻ പറ്റും. R2² എന്തായിരിക്കും? ഇത് റിലേഷൻ 2 ആയിട്ട് വേണം എഴുതാം. സോ R2² എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ R² + A². R² + A² - 2RA ഇൻറ്റു കോസ് ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ 2. അപ്പോൾ ഈ ഇതിനിടയ്ക്കുള്ള ഈ ആംഗിൾ കണ്ടുപിടിക്കേണ്ടത് R-നും A-ക്കും ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 - θ ആണ്. സോ കോസ് ഓഫ് 180 - θ. So this is equal to R² + A² - 2RA ഇൻറ്റു ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? കോസ് ഓഫ് 180 - θ മീൻസ് -cos θ. സോ ദിസ് ഈസ് -cos θ. സോ വി ഗെറ്റ് R² + A² + 2RA cos θ. അതാണ് R1² R2² എന്ന് പറയുന്നത്. നമുക്ക് R1² എന്ന് 1/R1 കണ്ടുപിടിക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം R1² സിംപ്ലിഫൈ എടുക്കാം. ദാറ്റ് മീൻസ് R1² = എന്തായിരിക്കും? R² ഇൻറ്റു 1 + A²/R² - 2A/R cos θ. ഇവിടെ എന്തിനാണ് R² വെളിയെടുത്ത് ഈ ഫോമിലാക്കിയത്? അതിൻ്റെ കാരണം വരുന്നില്ല, നമുക്ക് കമ്പാരിസൺ നടത്തിയിട്ട് A എന്ന് പറയുന്നത് വെരി മച്ച് ലെസ് ദാൻ R എന്ന ഐഡിയ യൂസ് ചെയ്യണം. കാരണം ഇലക്ട്രിക് ഡൈപോളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് വളരെ സ്മോളാണ് കമ്പയർഡ് ടു ഡിസ്റ്റൻസ് ഓഫ് ദ പോയിൻറ്റ്. അപ്പോൾ അതുകൊണ്ട് A²/R² എന്ന് പറയുന്ന ക്വാണ്ടിറ്റി അവിടെ വരും. അത് നെഗ്ലിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ R² വെളിയെടുത്ത് ഈ ഫോമിലാക്കിയത്. സോ ദിസ് ഈസ് ഈക്വൽ ടു R²
into 1 minus 2a cos theta by r. And the reason എന്താണ്? because a is very much less than r. ഡൈപോളിൻ്റെ ലെങ്ത് വെരി മച്ച് ലെസ് ആൻ ആർ ആണ്. അതിൻ്റെ പകുതി ലെങ്ത് അതുപോലെ തന്നെ വെരി മച്ച് ലെസ് ആണ്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത് 0 ആയിട്ട് എടുക്കാൻ പറ്റും. അതിൻ്റെ സ്ക്വയർ ടേം ഒന്നുകൂടി ചെറുതാകുമ്പോൾ 0 ആയിട്ട് എടുക്കാൻ പറ്റും. സോ വി ഗെറ്റ് ദിസ് ഈസ് 1/r1². അതുപോലെ തന്നെ നമുക്ക് ദിസ് r1². സോ 1/r1² ഇസ് ഗോൺ ബൈ എന്തായിരിക്കും? 1/r1² 1 ഡിവൈഡഡ് ബൈ r² ഇൻറ്റു 1 മൈനസ് 2a cos theta by r 20 തരും. സോ വാട്ട് ഈസ് 1/r1? 1/r1 എന്ന് പറയുന്നത് 1/r ഇൻറ്റു റൂട്ട് എടുത്ത് മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 2a cos theta by r ഹോൾ റേസ് ടു -12. റൂട്ട് എടുക്കുമ്പോൾ താഴെ ഹാഫ് വരും, മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് -12 ആവും. ഇത് 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു n എന്ന ഫോമിലാണ്. ഇവിടെ എക്സിൻ്റെ ഒരു ഭാഗത്ത് വരുന്നത് 2a cos theta by r ആണ്. ഇഫ് ഇറ്റ് ഈസ് വെരി മച്ച് ലെസ് ദാൻ 1 then we can write 1 minus x all raised to n approximately as 1 minus nx. So this is equal to എന്തായിരിക്കും? ഇത് നമ്മൾ എഴുതി വരുമ്പോൾ this will be 1/r into ഇതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് മൈനസ് പ്ലസ് ആവും, 2 കൊണ്ടും ക്യാൻസൽ ചെയ്യും. സോ വി ഗെറ്റ് 1 പ്ലസ് a cos theta by r. This will be 1 plus a cos theta by r. 1/r1ൻ്റെ വാല്യൂ അങ്ങനെ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഇത് മൂന്നാമത്തെ റിലേഷൻ യൂസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ സിമിലർലി വി വിൽ ഗെറ്റ് 1/r2 ആസ് എന്തായിരിക്കും? ഇവിടെ പ്ലസ് വന്നെങ്കിൽ ആ കേസിൽ മൈനസ് വരും, അത്രയുള്ള വ്യത്യാസം. സോ 1/r ഇൻറ്റു 1 മൈനസ് a cos theta by r. ഇതാണ് 1/r2ൻ്റെ വാല്യൂ. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ്? 1/r1 മൈനസ് 1/r2 എന്തായിട്ട് മാറും? ദിസ് വിൽ ബി, ഇവിടെ നോക്കി അറിയാൻ പറ്റും, തമ്മിൽ മൈനസ് ചെയ്യുകയാണെങ്കിൽ 1/r കോമൺ ആയിട്ട് വരികയാണെങ്കിൽ എടുക്കുകയാണെങ്കിൽ 1 മൈനസ് 1 ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ a cos theta by r മൈനസ് ഓഫ് മൈനസ് a cos theta by r 2a cos theta by r ആവും. സോ വി ഗെറ്റ് 1/r into 2a cos theta by r or 2a cos theta by r² എന്ന് കിട്ടും. സോ ദിസ് വിൽ ബി 2a cos theta by r². So 2a cos theta by r² is the value. 2a cos theta by r². Therefore this relation 1 becomes, അതുകൊണ്ട് 1 എന്ന റിലേഷൻ എന്തായിട്ട് മാറും? 1 becomes v equals 1/4 pi epsilon 0 into q into 2a cos theta by r². നമുക്കറിയാം ദിസ് q2a by r², q2a is p. So this is equal to 1/4 pi epsilon 0 into p cos theta by r². This is the potential at any point at a distance r from the center of the dipole at an angle theta with the direction of the dipole moment vector. അപ്പോൾ ഇതായിരിക്കും പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ. ഇത് തന്നെ നമുക്ക് പി കോസ് തീറ്റ വേണമെങ്കിൽ ഒരു സ്കൈലർ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. എന്തായിരിക്കും പി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ? ഇവിടെ ഇങ്ങോട്ടുള്ള വെക്ടർ നമ്മൾ പി വെക്ടർ, ഇങ്ങോട്ടുള്ള വെക്ടർ പി വെക്ടർ എന്ന് എടുക്കുന്നു, ഇങ്ങോട്ടുള്ള ഒരു യൂണിറ്റ് വെക്ടർ ആർ ക്യാപ്പ് എന്ന് കൊടുക്കുകയാണെങ്കിൽ പി കോസ് തീറ്റ എന്ന് പറയുന്നത് പി വെക്ടർ ഡോട്ട് ആർ ക്യാപ്പ് ആയിരിക്കും. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1/4 pi epsilon 0 into p vector dot r cap by r². ഇങ്ങനെ നമുക്ക് സ്കെയിലർ പ്രോഡക്റ്റ് രൂപത്തിൽ എഴുതാൻ പറ്റും. ഇതാണ് പൊട്ടൻഷ്യലിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ വാല്യൂ, ഇതിൻ്റെ ആക്സിസിലാണെങ്കിൽ വാല്യൂ എന്തായിട്ട് മാറും നമുക്ക് പരിശോധിക്കാം. എന്തായിരിക്കും ആക്സിസിലെ വാല്യൂ? ആക്സിൽ തീറ്റയുടെ വാല്യൂ 0 ആയിട്ട് മാറും, അല്ലെങ്കിൽ 180 ആയിട്ട് മാറും. ഇവിടെ ആണെങ്കിൽ 0 ആയിരിക്കും, ഇവിടെ ആണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിട്ട് മാറും, പൈ ആയിരിക്കും. സോ അതുകൊണ്ട് നമുക്ക് ഓൺ ദ ആക്സിൽ എന്താ വാല്യൂ എന്ന് എഴുതാം. സോ ഓൺ ദ ആക്സിസ് the value of the potential is given by, on the axis
തീറ്റ ഈക്വൽ 0 ഓർ പൈ. അങ്ങനെയാണ് ഇവിടെ ആയിരിക്കുമ്പോൾ 0 ആയിരിക്കും, ഇപ്പുറത്താണെങ്കിൽ പൈ ആകും. അതുകൊണ്ട് 0 ആകുമ്പോൾ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? കോസ് തീറ്റ ബിക്കംസ് 1, കോസ് 0 1 ആകും. പൈ ആകുമ്പോൾ കോസ് പൈ ആകും, അത് -1 ആണ്. സോ വി ഗെറ്റ് ദ വാല്യൂ ജനറലി ആസ് വി ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ പോസിറ്റീവ് ചാർജിൻ്റെ സൈഡിലാണെങ്കിൽ പ്ലസ് വരും, നെഗറ്റീവ് ചാർജിൻ്റെ സൈഡിലാണെങ്കിൽ മൈനസ് വരും. സോ പ്ലസ് ഓർ മൈനസ് 1/4π ε0 ഇൻറ്റു P/r². ഇതാണ് പൊട്ടൻഷ്യൽ ഓൺ ദ ആക്സിസ്. ഇനി അവശേഷിക്കുന്ന അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള കേസ് അതിൻ്റെ ഇക്വറ്റോറിയൽ പ്ലെയിനിൽ എങ്ങനെയായിരിക്കും. ഇക്വറ്റോറിയൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഇറ്റ് ഈസ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ പ്ലെയിൻ ഓഫ് ദ ഡൈപോൾ. ഡൈപോൾ എന്ന് പറയുന്ന ഇതാണ് അതിൻ്റെ ഒറിജിനിലൂടെ കടന്നു പോകുന്ന, അതിൻ്റെ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ഒരു പ്ലെയിൻ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ അതാണ് ഇക്വറ്റോറിയൽ പ്ലെയിൻ. അപ്പോൾ അതിൽ വരയ്ക്കപ്പെടുന്ന ലൈൻ ഇക്വറ്റോറിയൽ ലൈൻ എന്നും പറയാറുണ്ട്. സോ ആ ലൈനിൽ ഇക്വറ്റോറിയൽ ലൈനിൽ അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ പ്ലെയിനിലാണെങ്കിൽ തീറ്റയുടെ വാല്യൂ എന്താകും? തീറ്റയുടെ വാല്യൂ അപ്പോൾ 90 ഡിഗ്രി ആയിട്ട് മാറും. ഇപ്പോൾ കോസ് 90 എന്ന് പറയുന്നത് 0 ആണ് നമുക്കറിയാം. സോ ഓൺ ദ ഇക്വറ്റോറിയൽ പ്ലെയിൻ ഓർ ഇക്വറ്റോറിയൽ ലൈൻ, സിൻസ് തീറ്റ ഈക്വൽസ് 90 ഡിഗ്രി, കോസ് 90 ഈക്വൽസ് 0 ആൻഡ് ദ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ 0. സോ when theta equals 90 degree എന്ന് പറഞ്ഞാൽ ഓൺ ദ ഇക്വറ്റോറിയൽ പ്ലെയിൻ വി ഈസ് ഈക്വൽ ടു 0, പൊട്ടൻഷ്യൽ 0 ആയിട്ട് മാറും. പ്രിയമുള്ള കുട്ടികളെ, നമ്മളിനി ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് വെക്റ്റർ ആണെന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പോവാണ്. ഫിഗറിൽ എ ബി എന്ന് പറയുന്നതാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് വെക്റ്റർ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് പി ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു 2a നമുക്കറിയാം. ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് തീറ്റ എന്ന് പറയുന്ന ആംഗിളിൽ 6 ഡിസ്റ്റൻസുള്ള പോയിൻ്റാണ് പി. അവിടുത്തെ പൊട്ടൻഷ്യൽ കാണാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഡൈപോൾ മൊമെൻ്റ് വെക്റ്ററിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യുന്നു. ഇറ്റ് ഈസ് റിസോൾവ്ഡ് എലോങ് ഒ പി ആസ് സി ഡി. സി ഡി ഈസ് ദ കമ്പോണൻറ്റ്. അതിൻ്റെ സെൻറ്റർ മാറാതെ റിസോൾവ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ, ഇവിടെ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ, അത് ആ ഡിസ്റ്റൻസ് സി ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസാണ് എന്തിന് റെപ്രസെൻ്റ് ചെയ്യുന്നത്? പി കോസ് തീറ്റ എന്ന് പറയുന്ന ആ ഒരു വെക്റ്ററിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സി ഡി ഈക്വൽസ് പി കോസ് തീറ്റ. പി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ക്യൂ ഇൻറ്റു 2a കോസ് തീറ്റ. അപ്പോൾ റിസോൾവ് ചെയ്യുമ്പോൾ മാറുന്നത് ചാർജിന് മാറ്റം ഉണ്ടാവില്ല റിസോൾവ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ കാണുന്ന സി ഡി എന്ന് പറയുന്നത് ഒരു ഡൈപോൾ മൊമെൻ്റ് വെക്റ്ററാണ് അങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ മോഡുലസ് ആണ് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത്. സി ഡി ഈക്വൽസ് പി കോസ് തീറ്റ ഈക്വൽസ് ക്യൂ ഇൻറ്റു 2a കോസ് തീറ്റ. അതുപോലെ ഇങ്ങോട്ട് റിസോൾവ് ചെയ്യുമ്പോൾ അതിന് പെർപെൻഡിക്കുലറായിട്ട്, ഈ ഒരു ഡയറക്ഷനെ പെർപെൻഡിക്കുലറായിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇ എഫ് എന്ന് പറയുന്ന പോർഷൻ. ആ ഇ എഫ് എന്തായിരിക്കും? ഇ എഫ് ഇതുപോലെ തന്നെ അടുത്ത കമ്പൗണ്ട് ആയിരിക്കും. എഫ് എന്താണ്? ഇറ്റ് ഈസ് പി സൈൻ തീറ്റ. പി സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ക്യൂ ഇൻറ്റു 2a സൈൻ തീറ്റ. അതാണ് ഇ എഫ് എന്ന് പറയുന്ന കമ്പൗണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, ഇ എഫ് എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക ഡൈപോൾ മൊമെൻ്റ് വെക്റ്റർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എൻഡിൽ പ്ലസ് ക്യൂ മൈനസ് ക്യൂ ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. പി എന്ന് പറയുന്നത് അതിൻ്റെ ഇക്വറ്റോറിയൽ ലൈനിൽ കിടക്കുന്നതാണ്. ഒ പി എന്ന് പറയുന്നത് ഇ എഫ് എന്ന് പറയുന്ന ഡൈപോൾ മൊമെൻ്റ് വെക്റ്ററിൻ്റെ ഇക്വറ്റോറിയൽ ലൈനാണ്. അതുകൊണ്ട് പിയിലെ പൊട്ടൻഷ്യൽ അതുകൊണ്ട് 0 ആയിരിക്കും. അതായത് ഇ എഫ് എന്ന് പറയുന്ന ഡൈപോൾ മൊമെൻ്റിൻ്റെ കമ്പൗണ്ട് കൊണ്ട് പിയിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. പിന്നെ അടുത്ത ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ സി ഡി എന്ന് പറയുന്ന കമ്പൗണ്ട് കൊണ്ട് മാത്രം പിയിലുണ്ടാകുന്നതാണ് ശരിക്കും ഇവിടെയുള്ള പൊട്ടൻഷ്യൽ. അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈ 2 ചാർജസ് ഉണ്ട്. സോ പൊട്ടൻഷ്യൽ അറ്റ് പി ഈസ് ഗോൺ ബൈ വി ഈക്വൽസ് എന്തായിരിക്കും? പൊട്ടൻഷ്യൽ ഡ്യൂ ടു പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1/4π ε0 ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഡി പി ആണ്. ക്യൂ ഡിവൈഡഡ് ബൈ ഡി പി ആയിരിക്കും ക്യൂ കൊണ്ടുള്ള പൊട്ടൻഷ്യൽ അറ്റ് പി എന്ന് പറയും. ഇനി അടുത്ത ചാർജ് കൊണ്ടുള്ളത് എന്തായിരിക്കും? ഇത് V1 എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്ത V2 ആണെങ്കിൽ V2 ഈക്വൽസ് എന്താണ്? 1/4π ε0 ഇൻറ്റു
മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ ഡി പി എന്ന് സി പി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വരും അവിടെ. സോ സി പി. ഓക്കെ. സോ ദ നെറ്റ് പൊട്ടൻഷ്യൽ at P is given by V equals V1 plus V2 equals 1 by 4 pi epsilon 0 into Q. അത് കോമൺ ആയിട്ട് എടുക്കാം. പിന്നെ കിട്ടുന്നത് ബ്രാക്കറ്റ് കിട്ടുന്നത് 1 by dP മൈനസ് 1 by CP. ഇതാണ് കിട്ടുന്നത്. ഈ ഡി പിയും സി പിയും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്താണ്, അത് മാറ്റണം. നമുക്ക് ഫിഗറിൽ നിന്ന് കിട്ടും. എന്താണ് ഡി പി എന്ന് പറഞ്ഞാൽ? ഡി പി ഈക്വൽസ് ഒ പി മൈനസ് ഒ ഡി ആണ്. ഒ പി മൈനസ് ഒ ഡി. ദാറ്റ് മീൻസ് ഒ പി എന്ന് പറയുന്ന ആറാണ്, ഗിവൺ ഡിസ്റ്റൻസ് ആണ്. ഒ ഡി എന്ന് പറയുന്നത് ഇത്രയും ഭാഗം നമുക്കറിയാം, ദിസ് ഈസ് എ, ഇതും എ ആണ്. സോ ഒ ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒ ഡി ഡിവൈഡഡ് ബൈ ഒ ബി എന്ന് പറയുന്നത് കോസ് തീറ്റയാണ്. സോ ഒ ഡി എന്ന് പറഞ്ഞാൽ ഒ ബി കോസ് തീറ്റ മീൻസ് എ കോസ് തീറ്റ. എ കോസ് തീറ്റയാണ്. അതുപോലെ അടുത്ത സി പി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം. സി പി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു ആർ പ്ലസ് ആണ്. സോ ഇറ്റ് ഈസ് ആർ പ്ലസ് എ കോസ് തീറ്റ. സി പി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആർ പ്ലസ് എ കോസ് തീറ്റ ആണ്. സോ relation 1 becomes, so relation 1 becomes V equals 1 by 4 pi epsilon 0 into Q into 1 by dP means 1 by R minus A cos theta, then minus 1 by R plus A cos theta. Simplify. So this is equal to 1 by 4 pi epsilon 0 into Q into ഇവിടെ എൽ സി എം എടുക്കാം. സോ മുകളിൽ നമുക്ക് കിട്ടുന്നത് ആർ പ്ലസ് എ കോസ് തീറ്റ മൈനസ് അടുത്ത ടേമായിട്ട് കിട്ടുന്ന ബ്രാക്കറ്റിൽ ആർ മൈനസ് എ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ദാറ്റ് മീൻസ് ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ താഴെ വരും. ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ദിസ് ഈസ് ഈക്വൽ ടു 1 by 4 pi epsilon 0 ഇൻറ്റു ക്യൂ ഇൻറ്റു മുകളിൽ ആറും മൈനസ് ആറും പോകും. ദെൻ എ കോസ് തീറ്റ പ്ലസ് എ കോസ് തീറ്റ 2a കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. അങ്ങനെ കിട്ടും. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇതിൽ 1 by 4 pi epsilon 0 ഇൻറ്റു ക്യൂ ബൈ ആർ സ്ക്വയർ നമുക്ക് വെളിയിലേക്ക് എടുക്കാം. ആർ സ്ക്വയർ താഴെയില്ല, നമുക്കറിയാം. ഈ ടൈമിലില്ല, അവിടെ നമ്മൾ അത് കോമ്പൻസേറ്റ് ചെയ്യണം. സോ ദിസ് ഈസ് 2a കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആകുമ്പോൾ 1 മൈനസ് എ സ്ക്വയർ ബൈ ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയും. ഇനി നമ്മൾ ഡൈപോളിൻ്റെ ആ പ്രോപ്പർട്ടി പരിഗണിക്കും. ഡൈപോൾ എന്ന് പറയുന്നത് വളരെ സ്മോളാണ് കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസ് ആർ. സോ സിൻസ് എ ഈസ് വെരി മച്ച് ലെസ് ദാൻ ആർ, we can neglect a square by r square in the denominator. So we get the relation this as 1 by 4 pi epsilon 0 into q into 2a cos theta by r square into 1. So this is equal to 1 by 4 pi epsilon 0 into p cos theta by r square. അങ്ങനെ നമുക്ക് പൊട്ടൻഷ്യൽ മറ്റൊരു രീതിയിൽ കണ്ടുപിടിക്കാൻ കഴിയും. 1 by 4 pi epsilon 0 into p cos theta by r square. ഇവിടെ p cos theta വേണമെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1 by 4 pi epsilon 0 into p വെക്റ്റർ ഡോട്ട് ആർ ക്യാപ്പ് ബൈ ആർ സ്ക്വയർ. ഇതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ നേരത്തെ കഴിഞ്ഞ മെത്തേഡിൽ പഠിച്ചതാണ്. അപ്പോൾ ഇത് അടുത്തൊരു മെത്തേഡായിട്ട് പറയുന്നതേ ഉള്ളൂ. നമ്മൾ പഠിക്കുന്ന ആ ഒരു ടോപ്പിക്കിൻ്റെ ഒരു സമഗ്ര വീക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് അടുത്തൊരു മെത്തേഡ് കൂടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഫിസിക്സിൽ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക്, മാത്സിൽ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് താല്പര്യം
ഉണ്ടാകാം. ഓക്കെ. പ്രിയമുള്ള കുട്ടികളെ, നമ്മൾ ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ തന്നെ എങ്ങനെ ഇൻ്റഗ്രേഷൻ അപ്ലൈഡ് ചെയ്യാം എന്നുള്ളത് കണ്ടെത്താൻ പോവാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ കഴിഞ്ഞ മെത്തേഡിൽ നമ്മൾ റിസോൾവ് ചെയ്തു. പി വെക്റ്റർ എന്ന് പറയുന്നത് എ ബി വെക്റ്ററാണ്. ആ എ ബി വെക്റ്ററിനെ നമ്മൾ രണ്ടായിട്ട് റിസോൾവ് ചെയ്തു. എലോങ് ഒ പി ആയിട്ട് അതായിരുന്നു പി കോസ് തീറ്റ. അതുപോലെ എലോങ് ഇ എഫ് ആയിട്ട് റിസോൾവ് ചെയ്തത് പി സൈൻ തീറ്റ. അതിൽ പി സൈൻ തീറ്റയുടെ ഇക്വറ്റോറിയൽ ലൈനിലാണ് പി ഇരിക്കുന്നത്. അതുകൊണ്ട് പൊട്ടൻഷ്യൽ കോൺട്രിബ്യൂഷൻ ആ ഭാഗത്തു നിന്നും ഇല്ല. പിന്നെ ഈ ഒരു കമ്പോണൻ്റ് സി ഡി എന്ന് പറയുന്ന കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ പി കോസ് തീറ്റ എന്ന് പറയുന്ന മോഡുലസ് ഉള്ള കമ്പോണൻ്റ് കൊണ്ടാണ് ഇവിടെ പൊട്ടൻഷ്യൽ ഉള്ളത്. നമുക്കറിയാം ഇതിൻ്റെ ആക്സിയൽ ലൈനിലാണ് ആ പോയിൻ്റ്. ആക്സിയൽ ലൈനിലായതുകൊണ്ട് അതിൻ്റെ ഫീൽഡിൻ്റെ വാല്യൂ നമുക്ക് എഴുതാൻ പറ്റും. ഫീൽഡ് അറ്റ് ദ പോയിൻറ്റ് എന്തായിരിക്കും? ഫീൽഡ് അറ്റ് ദ പോയിൻറ്റ് ഇസ് ഗോൺ ബൈ ഇ ഈക്വൽസ് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ സി ഡി എന്ന് പറയുന്ന ഡൈപോൾ ഓഫ് മാഗ്നിറ്റ്യൂഡ് പി കോസ് തീറ്റ അറ്റ് ദിസ് പോയിൻറ്റ് പി ഇസ് ഗോൺ ബൈ ഇ ഈക്വൽസ് 1/4πε0 ഇൻറ്റു ആക്സിയൽ ആയതുകൊണ്ട് 2 പിക്ക് പകരം പി കോസ് തീറ്റയാണ്. 2p cos theta ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻറ്റുമായുള്ള ബന്ധം പഠിച്ചിട്ടുണ്ട്. ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി ആർ. അതുകൊണ്ട് നമുക്കിങ്ങനെ എഴുതാം, ഇ ഈക്വൽസ് മൈനസ് ഡി വി ബൈ ഡി ആർ. സോ ബട്ട് ഇ ഈക്വൽസ് മൈനസ് ഡി വി ബൈ ഡി ആർ. therefore we can write dv by dr minus dv by dr equals 1/4πε0 into 2p cos theta divided by r cube. ഇതിൽ നമുക്ക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഡി വി ഈക്വൽസ് ഡി വി എന്തായിരിക്കും? -1/4πε0 ഇൻറ്റു 2p cos theta divided by r cube into dr. പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിൻ്റ് ബി കണ്ടുപിടിക്കാനായിട്ട് ഈ എക്സ്പ്രഷനെ എന്ത് ചെയ്യണം? നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം വിത്ത് ലിമിറ്റ്സ് ഇൻഫിനിറ്റി ആൻഡ് ആർ. ദാറ്റ് മീൻസ് the potential at a point is defined as the work done in bringing unit positive charge from infinity up to the point. അതനുസരിച്ച് നമുക്കറിയാം ഇവിടെ ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും പൊട്ടൻഷ്യൽ. സോ പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിൻ്റ് പി ഈസ് ഗോൺ ബൈ വി ഈസ് ഈക്വൽ ടു -1/4πε0 ഇൻറ്റു 2p cos theta അത് കോൺസ്റ്റൻ്റ് ആണ് ഇൻറ്റു ഇൻ്റഗ്രൽ ഫ്രം ഇൻഫിനിറ്റി ടു ആർ ഓഫ് 1/r³ dr. ഇങ്ങനെ കിട്ടും. അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അതിൻ്റെ ഫോം മാറ്റി എഴുതാം. സോ ദിസ് ഈസ് ഈക്വൽ ടു -1/4πε0 ഇൻറ്റു 2p cos theta ഇൻറ്റു ഇൻ്റഗ്രൽ ഫ്രം ഇൻഫിനിറ്റി ടു ആർ ഓഫ് r⁻³ dr. So this is equal to -1/4πε0 into 2p cos theta into ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടും we get r⁻² divided by -2. then ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്ന കാണിക്കാൻ ഈ രീതിയിൽ ഇൻഫിനിറ്റി ടു ആർ എന്ന് എഴുതും. സോ ദിസ് ഈസ് ഈക്വൽ ടു -1/4πε0 into 2p cos theta ഇൻറ്റു എന്തുവരും ഇവിടെ കിട്ടുന്നത് -1/2r എന്ന് കിട്ടും. 2r⁻² എന്ന് കിട്ടും. മൈനസ് ഇവിടെ ഉണ്ട്, ആ മൈനസ് എടുത്തു. then r⁻² means 1/r² വരും. സോ 1/r². then ലിമിറ്റ് കൊടുക്കാൻ പോകുന്നത് കാണിക്കാനായിട്ട് റൈറ്റ് സൈഡിൽ എന്ത് വേണം? ഇൻഫിനിറ്റി ടു ആർ എന്ന് എഴുതണം. സോ ദിസ് ഈസ് ഈക്വൽ ടു
മൈനസ് 1/4 എപ്സിലോൺ 0 ഇൻറ്റു 2p കോസ് തീറ്റ ഇൻറ്റു എന്താ വരിക വാല്യൂ കൊടുക്കുമ്പോൾ, ഇവിടെ വാല്യൂ കൊടുക്കുമ്പോൾ -1/2 r² കിട്ടും. മൈനസ് 1/∞ വരും. r² മീൻസ് ഇൻഫിനിറ്റി സ്ക്വയർ, ഇൻഫിനിറ്റി തന്നെ. സോ വി ഗെറ്റ് ദിസ് ആസ് 0 ആൻഡ് മൈനസും പോകും. സോ വി ഗെറ്റ് 1/4 എപ്സിലോൺ 0 മൈനസ് പോയി 2 പോയി ഇൻറ്റു 2 പോയി ഇൻറ്റു p cos തീറ്റ divided by r². So we got the same result. ഇപ്പോൾ ഇപ്രകാരം നമ്മൾ 3 രീതി ചെയ്തത്, ആ 3 രീതിയിലും ഒരേ ആൻസറിലേക്ക് എത്തുന്നു. ഇപ്പോൾ ഡൈപോളിനെ കുറിച്ച് അത് വെക്ടറാണെന്നുള്ള ധാരണ നിങ്ങൾക്ക് വന്നു. ആ വെക്ടർ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 2 രീതി നമുക്ക് ഉപയോഗിക്കാതെ, ഒന്ന് അതിൻ്റെ വെക്ടർ ആൾജിബ്ര യൂസ് ചെയ്തിട്ട് ഓരോ ചാർജിൻ്റെ എഫക്റ്റ് കണ്ടുപിടിച്ച് ചെയ്യാം. മറ്റത് ഫീൽഡ് വെച്ചുകൊണ്ട് നമുക്ക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം. ഇതിനെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുമെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, ഒരു ആസ്വാദനത്തിന് വേണ്ടിയിട്ടും ചിന്തയ്ക്കും വേണ്ടിയിട്ട് ഞാൻ ഇത് തന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ.